മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്നതാണ് ധനു രാശി. പൈതൃകപരമായും സ്ത്രീ പുരുഷ സൗഹൃദപരമായും കഠിനാധ്വാനത്തിലൂടെയും പങ്കുചേർന്നുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരവും നഷ്ടപ്പെട്ടു പോയതോ ഉപേക്ഷിക്കപ്പെട്ടതോ വലിയ ലാഭമൊന്നുമില്ല എന്ന് കരുതി നിസ്സാരവൽക്കരിച്ചതോ ആയ കാര്യാദികൾ വിവാഹത്തിലൂടെയും സൗഹാർദ്ദത്തിലൂടെയും സ്ത്രീക്ക് പുരുഷനിലൂടെയും പുരുഷന് സ്ത്രീയിലൂടെയുള്ള സൗഹാർദ്ദങ്ങളിലൂടെയും കൂട്ടായ്മ പ്രവർത്തനങ്ങളിലൂടെയും കഠിനമായ നിരന്തര അധ്വാനത്തിലൂടെയും അവ വീണ്ടെടുക്കുകയോ തിരിച്ചെടുക്കുകയോ അല്പസ്വല്പം നഷ്ടകഷ്ടങ്ങൾ സഹിച്ചാൽ പോലും അവ തിരിച്ചു പിടിക്കുന്ന ഒരു ജൂലൈ മാസമാണ് ഈ രാശിക്കാർക്ക് കാണുന്നത്. ഈ മാസം 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാര്യങ്ങളിൽ കുടുംബപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും സൗഹാർദ്ദപരമായും ദാമ്പത്യപരമായും ഉണ്ടായിരുന്ന ക്ലേശങ്ങളെല്ലാം മാറി നഷ്ടപ്പെട്ടെന്ന് കരുതിയോ തിരിച്ചെടുക്കുകയും പുതിയ ജീവിത ഉപാധികൾ, ജീവിത സന്നാഹങ്ങൾ, തൊഴിൽ സന്നാഹങ്ങൾ, സാമ്പത്തിക ഉറവിടങ്ങൾ, പുതിയ ഉണർവും ഉന്മേഷവും മുൻകാലത്തെ പൂർവികന്മാർ സമ്പാദിച്ച ഏതെങ്കിലും ചെറുതെങ്കിൽ ചെറുത് വലുതെങ്കിൽ വലുത് സാമ്പത്തികവും സ്ത്രീ പുരുഷ സൗഹാർദ്ദത്താൽ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് 20-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള മാസങ്ങൾ. അവയിൽ 15-ഉം 16-ഉം തീയതികളിലാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യം, സാമ്പത്തികം, അതുപോലെ തന്നെ തൊഴിൽ പരമായ പ്രശ്നങ്ങൾ, സംഭാഷണം, പ്രവർത്തനം, കൊടുക്കൽ വാങ്ങലുകൾ, ഇതെല്ലാം 15-ഉം 16-ഉം വളരെ ശ്രദ്ധിക്കണം. കാരണം കണ്ടകശനിയും അഷ്ടമവ്യാഴവും സഞ്ചരിക്കുന്ന രാശിയാണ് ധനുരാശിക്കാർ.